സമകാലികം 2023 ഫെബ്രുവരി കറണ്ട് അഫെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിൻ ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച സമകാലികങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ടെന്നീസിൽ പ്രായമേറിയ 1-ാം റാങ്കുകാരനായി ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. 43-ാം വയസ്സിലാണ് രോഹൻ ബൊപ്പണ്ണ ഡബിൾസിൽ 1-ാം റാങ്കുകാരനെന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എഡ്ബർഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടി. അപ്പോൾ എന്താണ് വായിച്ചത്? ടെന്നീസിൽ പ്രായമേറിയ 1-ാം റാങ്കുകാരനായത് ആരാണ്? ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയാണ്. 43-ാം വയസ്സിലാണ് ഈ നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എഡ്ബർഡനുമായി ചേർന്നാണ് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം ബൊപ്പണ്ണ നേടിയത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് രാജാ രവിവർമ്മ പുരസ്കാരം നൽകുന്നത്. രാജാ രവിവർമ്മ പുരസ്കാരം എന്തിനാണ് നൽകുന്നത്? എന്തായാലും ചിത്രകലാരംഗത്തായിരിക്കും നൽകുന്നത്. ഒരു ചിത്രകാരനായിരിക്കും കിട്ടിയതും. ആരാണ് ആ ചിത്രകാരൻ? സുരേന്ദ്രൻ നായരാണ്. അപ്പോൾ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ. ഓക്കെ, മറക്കരുത്, രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ റെക്കോർഡിൽ കീവീസ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പമെത്തി. പാകിസ്ഥാനെതിരെയായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. അപ്പം 2020 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ റെക്കോർഡ് ആർക്കാണ് കിട്ടിയത്? കീവീസ് താരം ഫിൻ അലനാണ്. ആരോടൊപ്പമാണ് എത്തിയത്? അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പമാണ് എത്തിയത്. ആർക്കാണ് കിട്ടിയത് റെക്കോർഡ്? കീവീസ് താരം ഫിൻ അലനാണ് കിട്ടിയത്. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. ആരാണ്? കീവീസ് താരം ഫിൻ അലൻ. ഓക്കെ, ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് എം കാർത്തി ചുമതലയേറ്റു. അപ്പോൾ ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡറായിട്ട് ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ വിനീത് എം കാർത്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഗുരുരത്നം പുരസ്കാരം കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി അമിത് കുമാറും അർഹരായി. അപ്പോൾ ആർക്കൊക്കെയാണ് നമ്മുടെ ഗുരുരത്ന പുരസ്കാരം കിട്ടിയെന്ന് ചോദിച്ചാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർക്കും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ ഡോക്ടർ ജി അമിത് കുമാറിനുമാണ് കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുമായി സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. അപ്പോൾ കേരളത്തിന് എന്താണ് ലഭിച്ചത്? ബെസ്റ്റ് പെർഫോമർ പുരസ്കാരമാണ് ലഭിച്ചത്. എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിലാണ് കേട്ടോ. ആർക്ക് കൂടിയാണ്? കേന്ദ്രത്തിൻ്റെ വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുമായിട്ട് സംയുക്തമായ റാങ്കിങ്ങിൽ നടത്തിയപ്പോഴത്തേക്കും ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു? ഇന്ത്യക്ക് കിട്ടിയത് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. ഇന്ത്യക്കല്ല, കേരളത്തിന് കിട്ടിയത് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരമാണ് കേട്ടോ. ഓക്കെ, ആർക്ക് ചേർന്നാണ്? കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുമായി സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിലും കേരളമാണ് ബെസ്റ്റ് പെർഫോമർ. അപ്പം ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് കൂടുതൽ സ്റ്റാർട്ടപ്പും വാണിജ്യ മന്ത്രാലയവും ഒക്കെ ഉള്ളതെന്ന് ഓർത്ത് വെക്കണം. അതിലാണ് കേരളത്തിന് എന്ത് കിട്ടിയത്? ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഭാരതരത്ന, പത്മശ്രീ, പത്മവിഭൂഷൺ എന്നിവയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാരതരത്ന കിട്ടിയത് ആർക്കാണെന്ന് നോക്കാം. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന ബഹുമതി. അപ്പം കർപ്പൂരം കത്തിച്ചിരിക്കുന്ന ബീഹാറിലാണെന്ന് ഓർത്താൽ മതി. കർപ്പൂരി ഠാക്കൂറിനപ്പോൾ എന്ത് കിട്ടി? ഭാരതരത്ന കിട്ടി. കർപ്പൂരം ബീഹാർ കത്തിച്ച്. അപ്പോൾ എന്താ? കർപ്പൂരം രത്നം പോലെ തിളങ്ങുന്ന സാധനമല്ലേ? കർപ്പൂരം എന്ത് ചെയ്തു? രത്നം പോലെ തിളങ്ങി. അപ്പോൾ എന്താണ്? കർപ്പൂരി ഠാക്കൂർ ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. കർപ്പൂരി ഠാക്കൂറിന് എന്ത് കിട്ടി? അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കർപ്പൂരം ബീഹാറിൽ കത്തിച്ചപ്പോൾ രത്നം പോലെ തിളങ്ങി. എന്താണ്? ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന. ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഒരു പാലമാണ്. രാജ്യത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ്. നോക്കിക്കേ, ഒരു വലിയ പാലമാണല്ലേ ഇത്. എന്താണ്? കടൽപ്പാലമാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എവിടെയാണുള്ളത്? മുംബൈയിലാണുള്ളത്. എന്താണ് ഈ പാലത്തിൻ്റെ പേര്? അടൽ സേതു, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നൊക്കെ പറയാം അല്ലേ. എന്താണ്? അടൽ സേതു മുംബൈയിലാണുള്ളത്. PM നരേന്ദ്രമോദി എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ നീളമാണ്? അതും പഠിച്ചു വെക്കണം. 21.8 കിലോമീറ്റർ. 21.8 കിലോമീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. എത്ര കിലോമീറ്ററാണ് കടലിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്? 16.8 കിലോമീറ്റർ. ബാക്കി കരയിലൂടെയാണ് പോകുന്നത്. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ അതിലെ കൂടെയാണ്, കടലിന് മുകളിലൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ എന്താണ് പറഞ്ഞത്? കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ജെയിൻ യൂണിവേഴ്സിറ്റി. ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ജെയിൻ യൂണിവേഴ്സിറ്റി. 2023 ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പാനിഷ് താരം എറ്റിന ബോൺമാറ്റി മികച്ച വനിതാ താരം. അപ്പോൾ എന്താണ്? 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരം ആരാണ്? ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് ലയണൽ മെസ്സിക്കാണെങ്കിൽ 2023 ഏറ്റവും മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? എയ്റ്റിന ബോൺമാറ്റിക്കാണ്. സ്പാനിഷ് താരമാണ്. ഓക്കെ, ലയണൽ മെസ്സിക്ക് ഒത്തിരി അവാർഡ് 2023 എല്ലാ ഫുട്ബോൾ അവാർഡും കിട്ടുന്നത് ലയണൽ മെസ്സിക്കാണെന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഫിഫ ദ ബെസ്റ്റ് കിട്ടിയത് ആർക്കാണ്? ലയണൽ മെസ്സിക്ക് പുരുഷ വിഭാഗം. വനിതാ വിഭാഗം എയ്റ്റിന ബോൺമാറ്റി എന്ത് താരമാണ്? സ്പാനിഷ് താരമാണ്. നെക്സ്റ്റ് നോക്കാം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണെന്ന് തോന്നുന്നു. പ്രൊഫസറാണ് എന്താ? കൈരളി. അപ്പോൾ എന്താണ്? കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷുവർ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്ന രോഗത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഒരു വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഹെവി ഷുവർ. എനിക്ക് ഹെവി ആയിട്ട് ഷുവറാണ്. എനിക്ക് ഭയങ്കര ഷുവറാണ്. എന്ത്? ഹെപ്പറ്റൈറ്റിസ് A മാറ്റാൻ പറ്റുമെന്ന് ഇന്ത്യക്ക് ഭയങ്കര ഷുവറാണെന്ന് ഓർത്താൽ മതി. ഹെവി ഷുവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹെപ്പറ്റൈറ്റിസ് A. ആരാണ് ഈ വാക്സിൻ കണ്ടുപിടിച്ചത്? ഇന്ത്യ. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി ഉഗാണ്ടയിലെ കമ്പാല. അപ്പോൾ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയായി വേദി എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാലയിലാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത്തെ ഉച്ചകോടിയുടെ വേദി. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. അപ്പോൾ കൊല്ലത്തിനും ഇതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് കൊല്ലം. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കരയാണ്. ഓസ്കാർ പുരസ്കാരത്തിൽ ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന് 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഓപ്പൺഹൈമറിന് ഓസ്കാറിൽ 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഇപ്പോൾ പറയുന്നത് ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺഹൈമറിന് 13 നോമിനേഷനുകൾ. ഏറ്റവും കൂടുതൽ നോമിനേഷനും പോയിട്ടുള്ളത് ആർക്ക് തന്നെയാണ്? ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺഹൈമറിന് തന്നെയാണ്. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ എന്നിവ അർഹരായി. അപ്പം മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള 2023 പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ഗില്ലിനാണ് കിട്ടിയത്, ശുഭ്മാൻ ഗില്ലിന്. മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരം ആർക്കൊക്കെയാണ്? രവി ശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർക്കാണ്. കരസേനയിലെ ആദ്യ വനിതാ സുബോധർ എന്ന നേട്ടം മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്കാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആരാണ്? കരസേനയിലെ ആദ്യ വനിതാ സുബോധർ എന്ന നേട്ടം കൈവരിച്ചിട്ടുള്ളത് ആരാണ്? മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി. ഇപ്പോൾ പ്രീതി ഇവിടെ ഉള്ള ഒരാളാണ് അല്ലേ, നമ്മുടെ കരയിലൊക്കെ ഉള്ള ഒരാളാണെന്ന് ഓർത്തപ്പോൾ നമ്മുടെ വീടിൻ്റെ പ്രീതി ചേച്ചിയൊക്കെ കാണത്തില്ലേ. അപ്പോൾ പ്രീതി ആരാണ്? കരസേനയിലെ ആദ്യത്തെ വനിതാ സുബോധർ ആണെന്ന് ഓർക്കണം, പ്രീതി രജക്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായ് എന്താണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായുടെ ചെയർപേഴ്സണായി നിയമിതനായത് അനിൽകുമാർ ലഹോട്ടി. അതോർത്ത് വയ്ക്കണം. ടെലികോം മന്ത്രി
ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ് ആയിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രൈ ചെയർപേഴ്സണായി നിയമിതനായതാണ് അനിൽകുമാർ ലഹോട്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ഏതാണെന്ന് ആദ്യം പഠിക്കേണ്ടത്. അത് ചിലിയിലാണുള്ളത്, ഓഗോസ് ദൽ സലാദോ. ആരാണ്? ഓഗോസ് ദൽ സലാദോ. ഓഗോസ് എന്നെങ്കിലും പഠിച്ചാൽ മതി. എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് ചിലിയിലെ ഓഗോസ്. അത് കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ. വളരെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ആര്? ഷെയ്ഖ് ഹസൻ ഖാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഷെയ്ഖ് ഹസൻ ഖാൻ. ഓക്കെ, എന്ത് കീഴടക്കി? ചിലിയിലെ ഓഗോസ് ദൽ സലാദോ. അതെന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ്. ഇത്രയും പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം അല്ലേ. അപ്പോൾ ടെന്നീസിലെ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? രോഹൻ ബൊപ്പണ്ണ. എത്രാമത്തെ വയസ്സിലാണ്? 43ാമത്തെ വയസ്സിൽ ഓസ്ട്രേലിയയുടെ മാത്യു എഡ്വർഡിനുമായി ചേർന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ സ്വന്തമാക്കിയിട്ടുണ്ട് അല്ലേ. രാജാ രവിവർമ്മ പുരസ്കാരം ആർക്കായിരുന്നു? ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. ഓക്കെ, T20 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതാരാണ്? കീവിസ് താരം ഫിന്നലൻ. ആർക്കൊപ്പം എത്തി? അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായി. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ എത്ര സിക്സറുകളാണ് നേടിയത്? 16 സിക്സറാണ് കേട്ടോ. ആര് നേടിയിട്ടുള്ളത്? കീവീസ് താരം ഫിന്നലൻ. ഏഴിമല നാവിക അക്കാദമിയുടെ കമാൻഡർ ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി. പിന്നെ ഗുരുരത്ന പുരസ്കാരം ആർക്കൊക്കെയാണ്? കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ. പിന്നെന്താ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി അമിത്കുമാറിനും. ഇനി നെക്സ്റ്റ്, കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പുമായി സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയിട്ടുണ്ട് അല്ലേ. ബെസ്റ്റ് പെർഫോമർ. പിന്നെന്താണ് ഭാരതരത്ന കിട്ടിയത് ആർക്കാണെന്ന് ഓർത്തു നോക്കണം. എന്താണ് ബീഹാറിൽ എന്ത് സംഭവിച്ചു? ബീഹാർ കർപ്പൂരം കത്തിച്ചപ്പോൾ രക്തം പോലെ തിരങ്ങി. അപ്പം ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനാണ് കിട്ടിയത് എന്ത്? ഭാരതരത്ന. നെക്സ്റ്റ്, രാജ്യത്തെ ഏറ്റവും നീളം കൂടി. ഈ പടം ഓർത്ത് വെച്ചാൽ മതി. ഏറ്റവും വലിയ കടൽപ്പാലം എന്ന് ഓർക്കുമ്പോൾ ഈ പടം ഓർമ്മ വരുന്നത് എവിടെയുള്ളത്? മുംബൈയിലാണുള്ളത്. മുംബൈയിലുള്ള എന്താണ്? അടൽ സേതുവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. 21.8 കിലോമീറ്റർ ദൂരം, 16.8 കിലോമീറ്റർ കടലിൽ കൂടെ പോകുന്നു. ഓക്കെ, കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ആർക്കാണ്? ജെയിൻ യൂണിവേഴ്സിറ്റിക്കാണ് അല്ലേ. ഇനി 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്കും. പിന്നെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ഐറ്റീന ബോൾമാട്ടി, സ്പാനിഷ് താരമാണ്. ഓക്കെ, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച പ്രൊഫസറാണ് കൈരളി. എന്താണ്? കൈരളി. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് ഹെവിഷുവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത്തെ ഉച്ചകോടി എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാല. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നോമിനേഷൻ കിട്ടിയത് ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺഹേമർ, 13 നോമിനേഷൻസ്. 2023 അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ക്രിക്കറ്റ് കൺട്രോളിംഗ് ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരം രവി ശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർക്ക്. ഓക്കെ, രവി ശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ. കരസേനയിലെ ആദ്യ വനിതാ സുബോധർ എന്ന നേട്ടം ആർക്കാണ്? കരസേനയിലെ വനിതാ സുബോധർ ആദ്യം മധ്യപ്രദേശിലെ പ്രീതി അല്ലേ. മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്. ഇനി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായ് ചെയർമാനാണ് അനിൽകുമാർ ലഹോട്ടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ആയതായിരുന്നു? ചിലിയിലെ ഓഗോസ്. കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി പത്മ പുരസ്കാരങ്ങളാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. പത്മ പുരസ്കാരങ്ങൾ എന്നാണ് പറയാനുള്ളത്? അപ്പോൾ പത്മ പുരസ്കാരങ്ങൾ 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത്? പത്മഭൂഷൺ, പത്മശ്രീയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പത്മഭൂഷൺ നമുക്ക് ആദ്യം നോക്കാം. പത്മഭൂഷൺ കിട്ടിയത് വെരി ഇമ്പോർട്ടൻറ്റ്. മരണാനന്തരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീബി. പിന്നെ ആർക്കാണ് കിട്ടിയത്? ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ്. അപ്പോൾ 3 പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയത്. പത്മഭൂഷൺ 3 പേർക്ക്. ഒരു ഭായ ഉണ്ടല്ലോ, ആ ഭാ തന്നെ 3ആണെന്ന് അങ്ങ് ഓർത്താൽ മതി. എന്താണ്? പത്മഭൂഷൺ 3 പേർക്ക്. ആർക്കൊക്കെയാണ്? മരണാനന്തരം. അത് ഓർത്ത് വയ്ക്കണം. മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ചത് ആർക്കെന്ന് ചോദിക്കും. റിട്ടയർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീബി. റിട്ടയർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീബിക്കാണ് എന്ത് കിട്ടിയത്? മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ചത്. പിന്നെ ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ് എന്നിവർക്ക് പത്മഭൂഷൺ ലഭിച്ചു. ഓക്കെ, ഇനി പത്മവിഭൂഷൺ അല്ല, പത്മശ്രീയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പത്മശ്രീ ആർക്കൊക്കെ കിട്ടിയെന്ന് നോക്കാം.
ഒത്തിരിയും പേർക്കുണ്ട്. ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബെള്ളേരി. ഓക്കെ, ആരൊക്കെയാണ്? സത്യനാരായണ ബെള്ളേരി. പിന്നെ ആരാണ്? നമുക്കറിയാം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി, സദനം ബാലകൃഷ്ണൻ. ഇനി കുറേ നാരായണൻ, 3 നാരായണൻ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കണം. ഒന്ന് മുനി നാരായണൻ, പിന്നെ EP നാരായണൻ, പിന്നെ സത്യനാരായണ ബെള്ളേരി. അപ്പോൾ 3 നാരായണന്മാരെ പഠിച്ചോ. പിന്നെ ഉള്ളതാരാ? ചിത്രൻ നമ്പൂതിരിപ്പാട്, പിന്നെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. ഇത്രയും പേരെ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ സദനം ബാലകൃഷ്ണൻ, അയാളും കൂടെ ഉണ്ട് കേട്ടോ, സദനം ബാലകൃഷ്ണൻ. അപ്പോൾ എത്ര പേരാണ്? ആദ്യം തന്നെ 3 നാരായണന്മാരെ പഠിക്കാം. മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, സത്യനാരായണ ബെള്ളേരി. മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, സത്യനാരായണ ബെള്ളേരി. പിന്നുള്ളത് നമ്മുടെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. പിന്നെ ആരാണുള്ളത്? ചിത്രൻ നമ്പൂതിരിപ്പാട്, സദനം ബാലകൃഷ്ണൻ. ഇത്രയും പേർക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? ടോട്ടലി 6 പേർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. മറക്കല്ലേ കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എമ്മി പുരസ്കാരം എത്രാമത്തെ എമ്മി പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്? 75ാമത്തെ എമ്മി പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, മികച്ച കോമഡി പരമ്പര ദി ബെയർ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർക്കണം കോമഡിയാണ്. ബെയർ, ഒരു ബെയറർ എങ്ങനെയാണ് ഓർത്താൽ മതി. ദ ബെയർ എന്ന് പറയുമ്പോൾ, അല്ലെ ബെയർ എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും കോമഡി ആയിട്ട് ഓർത്ത് വയ്ക്കണം. അതെന്താണ്? കോമഡി പരമ്പരയാണ് ദ ബെയർ എന്താണ്? കോമഡി പരമ്പരയാണ്. ഒരു ബിയറായിട്ടെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. ദ ബെയർ കോമഡി പരമ്പര. ഓക്കെ, മികച്ച ഡ്രാമ പരമ്പര ആരാണ്? സക്സഷൻ. ഡ്രാമ ആരാണ്? സക്സഷൻ. മികച്ച ആന്തോളജി പരമ്പര ബീഫ്. ആന്തോളജി, ബീഫിൻ്റെ ആന്തോളജി പഠിക്കാൻ പോയെന്ന് ഓർത്താൽ മതി, ബീഫ്. ഓക്കെ, മികച്ച നടൻ കോമഡി ജെറമി അലൻ വൈറ്റ്. ജെറമി, നമ്മുടെ ജെറി ഇല്ലേ, ടോം ആൻഡ് ജെറിയിലെ ജെറിക്ക് എന്താണ്? മികച്ച കോമഡിയാണ് അല്ലേ. അപ്പോൾ എന്താണ്? മികച്ച നടൻ ആരാണ്? ജെറമി അലൻ വൈറ്റ്. മികച്ച നടി ആരാണ്? കോമഡി കിൻഡ് ബ്രെൻസൺ. ആരാണ്? കിൻഡ് ബ്രെൻസൺ ആണ് മികച്ച നടി. ഓക്കെ, മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ ആരാണ്? കെയ്രൻ കൾക്കിനാണ് മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ. മികച്ച നടി ഡ്രാമ വിഭാഗം സാറാ സ്നൂക്കാണ് മികച്ച നടി ഡ്രാമ വിഭാഗം. അപ്പോൾ പറയട്ടെ പ്രധാന പുരസ്കാരങ്ങൾ. കോമഡി എന്ന് ഓർക്കുമ്പോൾ കോമഡി പരമ്പര ദ ബെയർ, ഡ്രാമ പരമ്പര സക്സഷൻ. ഒന്ന് ആലോചിച്ചൊക്കെ, മികച്ച കോമഡി പരമ്പര ദ ബെയർ, മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ, മികച്ച ആന്തോളജി പരമ്പര, ആന്തോളജി ആരെയാണ് പഠിക്കാൻ പോയത്? ബീഫ്. മികച്ച നടനാരാ? കോമഡി ജെറിയാണ്, ജെമറി അലൻ വൈറ്റ്. മികച്ച നടി കിൻഡ് ബ്രെൻസൺ. ഇപ്പോൾ കോമഡിയാണ്. കിറ്റ് എന്ന് ഓർത്താൽ മതി, കിറ്റാണ് നടി അല്ലേ. മികച്ച നടി കോമഡി കിൻഡ് ബ്രെൻസൺ. മികച്ച നടൻ ആര്? ഡ്രാമ കെയ്രൻ കൾക്കിൻ. ഓക്കെ, കൾക്കിനാണ് അല്ലേ, ഒരു കിങ്ങിനാണ് ഡ്രാമ വിഭാഗത്തിലെ നടനായത്. കിന്ന്. അപ്പോൾ എന്താണ്? കെയ്രൻ കൾക്കിൻ. ഇനി അടുത്താണ് മികച്ച നടി ഡ്രാമ വിഭാഗം സാറാ സ്നൂക്ക്. മികച്ച നടി ഡ്രാമ വിഭാഗം സാറാ സ്നൂക്ക്. വായിച്ചു വയ്ക്കണം, പരീക്ഷയുടെ തലേദിവസം വായിച്ചു വെച്ചാൽ നമുക്ക് ഓർമ്മ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മികച്ച താരത്തിനുള്ള ഗാരിസോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം തവണയും ആർക്ക് തന്നെയാണ്? സൂര്യകുമാർ യാദവിനാണ് കേട്ടോ, ഇന്ത്യൻ താരം. അപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരം ആരാണ്? കഴിഞ്ഞ വർഷവും സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നു, ഈ വർഷവും ആര് തന്നെയാണ്? സൂര്യകുമാർ യാദവ് തന്നെയാണ്. ഇന്ത്യൻ സൂപ്പർ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഇഷ്ടംപോലെ റൺസ് എടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഓർക്കണം മികച്ച ഏകദിന താരം, എല്ലാ ദിനത്തിലും നിന്ന് ഇങ്ങനെ റൺസ് എടുക്കുന്നതെന്ന് ഓർത്താൽ മതി. ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മികച്ച പുരസ്കാരത്തിനുള്ള ഗാരിസോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി. ആരാണ്? ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ
പാറ്റ് കമ്മിൻസ് എന്തിന് ഗാരി സോബേഴ്സ് പുരസ്കാരം കിട്ടിയ ആർക്ക്? പാറ്റ് കമ്മിൻസിന്. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. ഓക്കെ, ഉസ്മാൻ ഖ്വാജയാണ് എന്ത് ടെസ്റ്റ് ചെയ്തത് ആരാണ്? ഉസ്മാൻ ഖ്വാജ. ഏകദിനം ആരാണ്? വിരാട് കോഹ്ലി. പിന്നെ ഗാരി സോബേഴ്സ് പാറ്റ് കമ്മിൻസിന്. പിന്നെ നമ്മുടെ ഇത് T20 എന്താണ് മികച്ച താരത്തിനുള്ള പുരസ്കാരം 2ാം തവണ സൂര്യകുമാർ യാദവ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാടൻകല ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹരായി. അപ്പം നാടൻകലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യശ്രേഷ്ഠ പുരസ്കാരത്തിന് ആരാണ്? എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും. അപ്പം ശ്രേഷ്ഠം സാഹിത്യമാണ് അല്ലേ? സുഭാഷ് ചന്ദ്രൻ. അപ്പം സാഹിത്യശ്രേഷ്ഠം സുഭാഷ് ചന്ദ്രൻ. ഇനി ആരാണ്? കലാശ്രേഷ്ഠം സജി മാടപ്പാട്ട്. കല എന്ന് പറയുമ്പോൾ പാട്ടാണെന്ന് ഓർക്കണം. സജി മാടപ്പാട്ട്. അപ്പോൾ കലാശ്രേഷ്ഠം സജി മാടപ്പാട്ട്. ശ്രേഷ്ഠം സുഭാഷ് ചന്ദ്രൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബെലറൂസിൻ്റെ അരിയാന സബലങ്കയും നേടി. അപ്പോൾ ഓസ്ട്രേലിയൻ US ഓപ്പൺസ് നമ്മൾ പഠിച്ചായിരുന്നു. ആർക്കായിരുന്നു US ഓപ്പൺസ്? ഇഗ സ്വിയാടെക്കിനൊക്കെ പഠിച്ച അത് ഈ സെപ്റ്റംബറിൽ നടന്ന കളിയാണ് കേട്ടോ US ഓപ്പൺസ്. ഓസ്ട്രേലിയൻ ഓപ്പൺസ് ആരാന്ന് നോക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺസ് ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ആർക്കാണ് കിട്ടിയത്? പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ. ആരാണ്? യാനിക് സിന്നറിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺസ് കിട്ടിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺസ് ആർക്കാണ് കിട്ടിയത്? യാനിക് സിന്നർ. ഇനി ഇത് വനിതാ കിരീടം ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ബെലാറൂസിയുടെ അരിയാന സബലങ്കയ്ക്കാണ് കേട്ടോ. അപ്പോൾ അരിയാന സബലങ്കയ്ക്കാണ് മിക്ക ഇതും കിട്ടി പോണത്. ഓസ്ട്രേലിയ ഓപ്പൺസ് US ഓപ്പൺസും ഒക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? അരിയാന സബലങ്കനെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ബെലാറൂസയാണ് അരിയാന സബലങ്ക. ബെലാറൂസയുടെ അരിയാന സബലങ്ക. ഓക്കെ, പിന്നെന്താണ്? ഇറ്റലിയുടെ യാനിക് സിന്നർ. ഇഗ സ്വിയാടെക്കിനെ നമ്മൾ ഓർത്ത് വയ്ക്കണം. ഇതിനകത്തൊക്കെ വരുന്ന പേരുകൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആരൊക്കെയാണ്? യാനിക് സിന്നർ, അരിയാന സബലങ്ക, ഓസ്ട്രേലിയൻ ഓപ്പൺസ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺസുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് ഓസ്ട്രേലിയയിലെ യാനിക്കും അരിയാനയും. ആരാണ്? ഓസ്ട്രേലിയയിലെ യാനിക്കും അരിയാനയും 2024. യാനിക്ക് അരിയാന അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം ഓസ്ട്രേലിയൻ ഓപ്പൺസ് കേട്ടോ. ഓസ്ട്രേലിയൻ ഓപ്പൺസിൽ ഓസ്ട്രേലിയ ആരൊക്കെയാണുള്ളത്? യാനിക്കും അരിയാനയും. യാനിക്ക് അരിയാന. ഓക്കെ, ഇനി പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയി അന്തരിച്ചു. അപ്പോൾ ആരാണ്? KJ ജോയി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഗീത സംവിധായകനായിരുന്നു. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാണ് KB ശ്രീദേവി. സ്വാതന്ത്ര്യ സമര സേനാനി KK ഉള്ളേരി നിര്യാതനായി. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരിണി അന്തരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? KJ ജോയി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രശസ്ത സംഗീത സംവിധായകൻ. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവായിരുന്നു ആര്? KB ശ്രീദേവി എഴുത്തുകാരി. KJ ജോയി പ്രശസ്ത സംഗീത സംവിധായകൻ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ആര്? KK ഉണ്ണീരി. ഇത് മാസ്റ്റർ ഫോളോയിങ് വല്ലതും ഇട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ ഇടയ്ക്കൊക്കെ ഇട്ട് ചോദിക്കാം. എന്ത്? KK ഉണ്ണീരി. അപ്പോൾ നമ്മൾ നോക്കും ഇത് ആരാണെന്ന്. അപ്പോൾ KK ഉണ്ണീരി ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? KK ഉണ്ണീരി. ഓക്കെ, ഇളയരാജയുടെ മകള് ആരാണ്? ഗായികയുമായ ഭാവതാരിണി എന്ത് ചെയ്തു? അന്തരിച്ചു. ഓക്കെ, ആരാണ്? ഭാവതാരിണി. ഇത്രയേ ഉള്ളൂ കറണ്ട് അഫയേഴ്സ്. ഒന്നുകൂടെ നോക്കാം. പത്മ പുരസ്കാരങ്ങൾ 3 പേർക്ക് അല്ലേ? പത്മഭൂഷൺ 3 പേർക്കാണ് കിട്ടിയത്. ആർക്കാണ്? റിട്ടയർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീബി, O രാജഗോപാൽ, ഉഷ ഉതുപ്പ്. പിന്നെ നമ്മുടെ പത്മശ്രീ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ്? 3 നാരായണന്മാർ: മുനി നാരായണൻ, EP നാരായണൻ, സത്യനാരായണ ബെല്ലേരി. പിന്നെ ആരാണ്? സദനം ബാലകൃഷ്ണൻ. പിന്നെ ചിത്രം നമ്പൂതിരിപ്പാട്, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. ഓക്കെ, എമ്മി പുരസ്കാരമാണ് 75ാമത്തെ എമ്മി പുരസ്കാരം. മികച്ച കോമഡി പരമ്പര ദ ബെയർ. ഡ്രാമ പരമ്പര ആരായിരുന്നു? സക്സഷൻ. ആന്തോളജി പിടിച്ചത് ആന്തോളജി പരമ്പര ബീഫ്. നടൻ കോമഡി ജെമറി അലൻ വൈറ്റ്. നടി കോമഡി കിൻറ്റ് ബ്രെൻസൺ. മികച്ച നടൻ ഡ്രാമ കെയ്രൻ കെയ്രൻ കൾക്കിൻ. മികച്ച നടി സാറ സ്നൂക്ക്.
അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 തരത്തിലുള്ള പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി. ഏകദിന താരം പിന്നെ ഗാരി സോബേഴ്സ് പുരസ്കാരം ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കിമിൻസ്. പിന്നെ ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജ മികച്ച ടെസ്റ്റ് താരം. പിന്നെ നാടൻ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യശ്രേഷ്ഠം സുഭാഷ് ചന്ദ്രൻ. കലാശ്രേഷ്ഠം സജി മാടപ്പാട്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺസ് ഓസ്ട്രേലിയ അവിടെയൊക്കെയാണുള്ളത് മറ്റേ യാനിക് സിന്നറും പിന്നെ ബെലറൂസിൻ്റെ ഹരിയാന സബലങ്കി അല്ലേ. പിന്നെന്താണ്? പ്രശസ്ത സംഗീത സംവിധായകനാണ് കെ ജെ ജോയി. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് സ്വാതന്ത്ര്യ സമര സേനാനി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. KK ഉണ്ണീരി. ആരാണ്? KK ഉണ്ണീരി. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭാവതാരിണി അന്തരിച്ചു കേട്ടോ. ഭാവതാരിണി. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.